ഹായ് ഗൈസ്, അപ്പോൾ രാത്രി തൊട്ട് പെയ്യണ മഞ്ഞാണ് കേട്ടോ. അപ്പോൾ ഈ വ്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ റൂമിൽ നിന്നുള്ളൊരു വ്യൂ ആണ്, നമ്മുടെ വിൻഡോ എന്നുള്ളത്. ചെറിയ രീതിയിലാണ് മഞ്ഞ് പെയ്ത് തുടങ്ങിയത്, പക്ഷേങ്കിൽ നമ്മൾ നൈറ്റ് ശരിക്കും ഡാർക്ക് ആയപ്പോഴത്തേക്ക് നല്ല രീതിയിൽ മഞ്ഞ് പെയ്യണുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു -1 ആണ്. നല്ല രീതിയിൽ മഞ്ഞ് കൂടി വരണുണ്ട്, നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ. അപ്പോൾ ഇന്നത്തെ ടെമ്പറേച്ചർ -2 ആണ് കേട്ടോ. ഐസൊക്കെ ആയി, സ്നോ ഇപ്പോൾ പെയ്യുന്നുണ്ട് കേട്ടോ. ഷിംബ്ലു ഇപ്പോൾ സ്കൂളിൽ പോവാണ്, ഞാൻ വർക്കിന് പോവാണ്. ഷിംബ്ലു ഗുഡ്. Don't go that way. This way. Let's go faster. We are late. Yeah. അപ്പോൾ സ്കൂളിലേക്കുള്ള വഴിയിൽ മൊത്തം മഞ്ഞ് പെയ്ത് ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ പിള്ളേരൊക്കെ ഓൺ ദ വേയിൽ മഞ്ഞായിട്ട് കളിച്ചുകൊണ്ടാണ് പോണത്. അപ്പോൾ ഷിംബ്ലി ആദ്യമായിട്ട് മഞ്ഞ് പെയ്യണ കാരണം അതിൻ്റേതായ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സ്കൂളിലേക്ക് പോണ വഴിക്ക് കുറേ കുട്ടികളുണ്ടായിരുന്നു, അവരൊക്കെ മഞ്ഞിൽ കളിച്ചും ആണ് പോണത്. നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെ കാണാൻ പറ്റില്ല, പക്ഷെ ഇവിടെ ഒരു പ്രത്യേക ഒരു എക്സ്പീരിയൻസ് ആണ്. ഇനിയിപ്പോൾ എല്ലാവരും പറയണത് മഞ്ഞ് അങ്ങോട്ട് കൂടി ഭയങ്കര ഡീപ്പാവുമെന്നാണ് പറയണത്. ടെമ്പറേച്ചർ ഇനി കൂടും. ഇനിയിപ്പോൾ അടുത്ത ആഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്കും -8 ആവാനുള്ളതാണ് കാണിക്കണത്, വെതർ ഫോർകാസ്റ്റ് കാണിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഫൈനലി സ്കൂളിലെത്തി. നമ്മുടെ വീട്ടിൽ നിന്ന് 5 മിനിറ്റ് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. പിന്നെ അവർക്ക് സ്കൂളിൽ ഒരു 1 hour ആക്ടിവിറ്റി ഉണ്ട് കേട്ടോ, ഔട്ട് സൈഡ് കളിക്കാനൊക്കെ ആയിട്ടുള്ളത്. വിൻ്റർ സ്യൂട്ട്സൊക്കെ ഇട്ടിട്ടുള്ള പിള്ളേർ കളിക്കാൻ സ്കൂളിൽ നിന്ന് അനുവദിക്കും ആക്ച്വലി. അപ്പോൾ നമ്മൾ വൈകുന്നേരം ഷിംബ്ലിനെ പിക്കപ്പ് ചെയ്തിട്ട് തിരിച്ചു പോണ ഒരു രംഗമാണ് കേട്ടോ കാണാം. അപ്പം മഞ്ഞ് കുറച്ചും കൂടെ കൂടി കേട്ടോ. അപ്പോൾ ഫുള്ള് സൂട്ടൊക്കെ കവർ ചെയ്ത്, തലയൊക്കെ കവർ ചെയ്ത്, മഞ്ഞ് ഇപ്പോഴും നന്നായിട്ട് പെയ്യുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ അറിയാം മഞ്ഞിൻ്റെ തിക്നെസ് കൂടി. അപ്പം നന്നായിട്ട് മഞ്ഞ് ഇപ്പോഴും ഹെവി ആയിട്ട് പെയ്ത് കഴിഞ്ഞിട്ടുള്ളൊരു സിറ്റുവേഷനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ക്രോസ് ചെയ്യാനൊക്കെ ആയിട്ട് സ്കൂളിൽ നിന്നുള്ള ആൾക്കാർ ഹെൽപ്പ് ചെയ്യാനൊക്കെ നമുക്ക് കാണാം ഇവിടെ. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ഒരു വൈറ്റ് മഴയാണ് കേട്ടോ. സംഭവം കിടിലനാണ്. നമ്മൾ ആദ്യമായിട്ട് കാരണം അതിൻ്റേതായിട്ടുള്ളൊരു എക്സൈറ്റ്മെൻ്റ് ആണ്. പിന്നെ നമ്മൾ മഞ്ഞ കയ്യിലെടുക്കുമ്പോഴത്തേക്ക് പൂ പോലെ മൃദുലമാണ് ഇപ്പോൾ, പക്ഷെ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് അത് ഹാർഡാവുമെന്നാണ് എല്ലാവരും പറയണത്. കാരണം ഇപ്പം -2 മാത്രമാണ്. ഒരു 8 ആകുമ്പോഴത്തേക്കും ഐസൊക്കെ ശരിക്കും കട്ടയാവുമെന്നാണ് പറയണത്. പിന്നെ ഈ സമയത്ത് നമുക്ക് വിൻ്റർ ബൂട്ട് അത്യാവശ്യമാണ്, ഇല്ലെങ്കിൽ സ്ലിപ്പ് ആവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഇപ്പം നമ്മൾ റോഡിലൊക്കെ ആണെങ്കിലും മൊത്തം ഐസാണ്, അപ്പോൾ അത് സ്ലിപ്പറിയാണ് റോഡൊക്കെ. ആ ഒരു സിറ്റുവേഷനിലേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഉള്ളവരൊക്കെ എല്ലാവരും വിൻ്റർ ബൂട്ടൊക്കെ ധരിച്ച് സുരക്ഷിതമായിട്ടാണ് നടക്കണം ആക്ച്വലി. അപ്പോൾ നമ്മൾ തിരിച്ച് അപ്പാർട്ട്മെൻറ്റിലേക്ക് എത്തി, കാറൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ റൂമിൽ നിന്നുള്ളൊരു വ്യൂ ആണ്. അപ്പോൾ കുറച്ചും കൂടെ മഞ്ഞ് കൂടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മഞ്ഞ് പെയ്യണത് കൂടി വരുമെന്നാണ് പറയണത്. അപ്പോൾ ഇത് ഒരു ദിവസം കൊണ്ട് പെയ്ത മഞ്ഞാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഇനി ഓരോ ദിവസം കൂടി വരും, ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് പിന്നെ ഐസും ആവും. അപ്പോൾ വരും ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാവും എത്രത്തോളം ബുദ്ധിമുട്ടാണ് ഔട്ട് സൈഡിലൊക്കെ നടക്കാൻ എന്നുള്ളത്. പിന്നെ ഷിംബ്ലിക്കാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പുള്ളി മഞ്ഞിൽ കളിച്ച് അർമാദിച്ച് ഒന്നും പറയണ്ട. പുള്ളി മഞ്ഞ് കണ്ടിട്ട് പിള്ളേർക്ക് തണുപ്പെന്നൊന്നും പറയാനില്ല. Take it to the home? No, snow stay in the ground. No, you When we reach the home, I will throw it. Okay, throw. Wait, It will become ball. Come on. No, it's not. What you doing? Oh. No. You want to go home?
ഗൈസ്, അപ്പോൾ ഇത് ഈവനിങ് ആയപ്പോൾ ഒരു രംഗമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, നമ്മൾ രാവിലെ വന്ന വഴി തന്നെയാണ് മഞ്ഞ് ശരിക്ക് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഒരു വരും ദിവസങ്ങളിൽ എത്രത്തോളം ആവും നമുക്ക് കണ്ടറിയാം. അപ്പോൾ നമ്മൾ റൂമിലെത്തി, റൂമിൻ്റെ ബാൽക്കണി തുറന്നപ്പോൾ വെളിയിൽ നോക്കിയപ്പോഴത്തേക്കും മഞ്ഞ് മാത്രമാണ് എല്ലായിടത്തും ഉള്ളത്. അതായത് അപ്പുറത്തെ വീട്ടിലൊക്കെ റൂഫിൽ മൊത്തം മഞ്ഞ്. അത് കാണാൻ രസമാണ്. അതിൻ്റെ കൂടെ നമ്മുടെ അണ്ണാരക്കണ്ണൻ, കറുത്ത അണ്ണാനില്ലേ നമ്മുടെ നാട്ടിൽ, എന്തായാലും പറയുക, അണ്ണാനിങ്ങനെ മഞ്ഞിലിങ്ങനെ ഓടിപ്പാഞ്ഞ് നടക്കണൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഗൈസ്, ഇതെല്ലാമാണ് ഈ വീഡിയോയിലെ വിശേഷങ്ങൾ. സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ. ബൈ.